All odors are symptom of natural cleansing. ഉണർന്നു വരുമ്പോൾ ദുർഗന്ധമുണ്ടാകുന്നത് നാം വൃത്തികെട്ടവരായതുകൊണ്ടല്ല. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ വൃത്തി പറഞ്ഞാലും ശുദ്ധീകരണം നടത്തിയാലും ഉണർന്നു വരുന്ന സമയത്ത് മനുഷ്യരുടെ ശരീരത്തില് അവരന് സുഖിക്കാത്ത ഒരു ഗന്ധമുണ്ടാവും. ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിരുന്ന ഒരു കാലത്ത് കുറേ വർഷം പല്ല് പോലും തേച്ചിട്ടില്ല. പല്ല് തേക്കാത്തത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വായയുടെ ശുദ്ധിയെക്കാളും ഉയർന്ന ശുദ്ധി എന്റെ ശരീരത്തിന് ഈ വായയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ദുർഗന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അന്ന് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ അടുത്തേക്ക് മനുഷ്യർ വരുന്ന സമയത്ത്, ഇപ്പൊ പട്ടി വരുന്ന സമയത്ത് നമുക്ക് പട്ടിയുടെ ഒരു സ്മെല്ല് പലർക്കും ഫീൽ ചെയ്യും. പൂച്ച വരുന്ന സമയത്ത് പൂച്ചയുടെ സ്മെല്ല്, ഈ മറ്റേ പശു വരുന്ന സമയത്ത് പശുവിന്റെ സ്മെല്ല്. ഏത് ജീവിയാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ഗന്ധം നമ്മുടെ അടുത്തേക്ക് വരുന്നത് കാണാം. ഇതുപോലെ ഓരോ മനുഷ്യർ വരുമ്പോഴും ആ മനുഷ്യരുടേതായിട്ടുള്ള ഗന്ധവും അവർ ഏത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവും അവരുടെ ശരീര ശുദ്ധിയെ കുറിച്ചുള്ള ഒരു ധാരണയും അവരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വാതകങ്ങളെ കുറിച്ചുള്ള ഒരു തോന്നലും ഒക്കെ അനുഭവിക്കുക. ഇപ്പൊ അതെനിക്ക് മുഴുവനായിട്ടും അനുഭവിക്കാൻ പറ്റില്ല, കാരണം ഞാനിപ്പോ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത പല ഗന്ധങ്ങളും എനിക്ക് മനസ്സിലാകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ഞാൻ ഇതിന്റെ എതിർ വശം മനസ്സിലാക്കാനായിട്ട് പുക, മദ്യം തുടങ്ങിയ കാര്യങ്ങൾ വിലക്കെട്ടിരുന്ന് ശീലിച്ചിട്ട് അവിടെ പോലും എനിക്ക് അതിന്റെ വളവിലും തിരിവിലുമുള്ള ഗന്ധങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അത് മാത്രമല്ല, അതിന്റെ ബോധപരമായിട്ടുള്ള അവസ്ഥകളെയും ഞാൻ അന്വേഷിച്ചിരുന്നു. അവയുടെ റിസൾട്ട് കിട്ടിയതിനു ശേഷമാണ് അവ നമ്മൾ നിർത്തലാക്കിയത്. അപ്പോ ഈ ഗന്ധം എന്ന് പറയുന്ന ആ ഒന്ന് ഒരു വ്യക്തിയിൽ നിന്നും പുറപ്പെടുവിക്കുന്നത് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ്. അയാൾ ഏത് തരം അന്നമാണോ അകത്തേക്ക് ചേർക്കുന്നത് അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ്, അതിന്റെ ഘടകങ്ങൾ മാത്രം അതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് മാത്രമല്ല, അത് ഏതെല്ലാം വിധത്തിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോ ഒരു ഭക്ഷ്യവസ്തു തന്നെ വേവിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രുചിയും പൊരിച്ച് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന രുചിയും മൊരിച്ച് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന രുചിയും ഒക്കെ വ്യത്യസ്തമാണ്. ആവിയിൽ പുഴുങ്ങുമ്പോൾ രുചി വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ അത് കഴിച്ചിട്ടുണ്ടാവുന്ന ശരീര ഭാഗത്തിന്, ശരീരത്തിന്റെ അകത്ത് നിക്ഷേപിക്കപ്പെടുന്ന എന്താ പറയാ, ഭക്ഷ്യ വസ്തുക്കൾക്കും അല്ലെങ്കിൽ കൊഴുപ്പിനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യത്തിനും ഒക്കെ വ്യത്യസ്ത ഗന്ധം ഉണ്ടാവും. അത് ശരീരത്താൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വാതകത്തിനും ഒക്കെ വ്യത്യസ്ത സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പൊ ഈ സ്മെല്ല് എന്നുള്ളത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും കഴിക്കുന്ന അന്നത്തിനനുസരിച്ച്. ഇനി ഈ കഴിക്കുന്ന അന്നം ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ വിസർജിച്ച് കളയുക എന്നുള്ളതും ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെയും ഇവയുടെ കൂടെ വെളിയിലേക്ക് കളയുക എന്നുള്ളതും ശരീരത്തിന്റെ പ്രക്രിയയാണ്. ശരീരത്തിന്റെ അകത്ത് നിലവിലുള്ള മാലിന്യങ്ങളെ വെളിയിലേക്ക് കളയാൻ ശരീരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഉച്ഛ്വാസവായുവിനെയാണ്. അത് കഴിഞ്ഞാൽ വിയർപ്പിനെയാണ്.
ഇതിന്റെയൊക്കെ ഇടയിൽ എവിടെയോ ആണ് ശരീരത്തിന്റെ അകത്ത് നിന്നും ഈ മലമൂത്രങ്ങളിലൂടെ വെളിയിലേക്ക് പോകുന്ന മാലിന്യങ്ങൾ. അത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ മെറ്റാബോളിക് വേസ്റ്റുകൾ എല്ലാം പോകുന്നത് മലത്തിലൂടെയല്ല, ഭൂരിഭാഗവും പോകുന്നത് റെസ്പിറേഷനിൽ കൂടെയാണ്. വളരെ കുറച്ചാണ് മലമൂത്രത്തിലൂടെ പോകുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേഗങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മോഹനമൈദ്യരാണ് എനിക്ക് ഇതിന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. വേഗങ്ങൾ എന്ന് പറയും. അപ്പോ വേഗങ്ങൾ എന്ന് പറയുന്ന ആ വിസർജന പ്രക്രിയ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇത് ശരിയാം വിധം സംഭവിക്കുന്ന ഒരു വ്യക്തി അയാൾ എത്രത്തോളം വിശ്രമിക്കുന്നോ, വിശ്രമത്തിന്റെ ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ മുതലാണ് അയാളുടെ വിസർജന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുക. ശരീരം ശുചീകരിക്കുന്നതിന് പകരം നമ്മൾ വീടിപ്പോ അടിച്ചു വൃത്തിയാക്കി വെക്കാറില്ലേ, തൂത്തുവാരി വൃത്തിയാക്കി വെക്കാറില്ലേ, തുടച്ചു വൃത്തിയാക്കി വെക്കാറില്ലേ? തുടയ്ക്കുമ്പോഴൊക്കെ അഴുക്കുകൾ ഇളകി വരും അല്ലെ? തൂത്ത് വൃത്തിയാക്കുമ്പോൾ പൊടികളെല്ലാം ഇളകി വരും. തുടച്ചു വൃത്തിയാക്കുന്ന സമയത്ത് അഴുക്കുകൾ ഇളകി വരും. ആ ഇളകി വരുന്നു എന്ന് വെച്ചിട്ട് അതിനർത്ഥം അത് അഴുക്കാണെന്നല്ല, ആ അഴുക്കുകൾ മാറ്റുന്നു എന്നുള്ളതാണ്. ഒരിടത്ത് അടിഞ്ഞുകൂടുന്ന അഴുക്കുകളെ മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം അത് വെളിയിലേക്ക് വരുന്നു അത്രത്തോളം അത് ശുചീകരണം നടക്കുന്നു എന്നാണ് അർത്ഥം. നിത്യേന ശുചീകരിച്ചാൽ, ശുചീകരിക്കാൻ ആവർത്തിച്ച് സമയം കൊടുത്താൽ ശുചീകരണ പ്രക്രിയ നന്നായിരിക്കും. കുറെ കഴിയുമ്പോൾ, കുറേയേറെ കഴിയുന്ന സമയത്ത് ശരീരത്തിന് അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന പ്രോസസ്സിന് അധികം പണിയില്ലാതെ വരും. കാരണം നിത്യേന എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ വൃത്തിയാക്കാൻ അധികം ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും സാധാരണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പൊടിയും ചെളിയും മാത്രമേ ഒരു ഇടത്തുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ശരീരത്തിലും എപ്പോഴും വൃത്തിയാക്കൽ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ ആ വൃത്തിയാക്കൽ പ്രക്രിയ നടക്കുന്നിടത്തോളം സമയം ഈ ഒരു ഗന്ധം അല്ലെങ്കിൽ ഈ ശുചീകരണം എന്നുള്ള ആ ഒരു പ്രക്രിയ അവിടെ കുറച്ചാണ് സംഭവിക്കുക. അപ്പോ നമ്മൾ ഒരു രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരാൾ, അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അയാളുടെ ശരീരം വിസർജന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉറക്കം മുതൽ എഴുന്നേക്കൽ വരെയുള്ള ഒരു സമയം വിശ്രമ സമയമാണ്. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്ക്, നമ്മുടെ ഈ ദഹന പ്രക്രിയയുടെ വഴിയിലേക്ക് നമ്മൾ യാതൊന്നും വിട്ടുകൊടുക്കാറില്ല. അത്രയും സമയം അത് വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് അവിടെയെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന അനുചിതമായ വസ്തുക്കളെ മുഴുവൻ അത് റിമൂവ് ചെയ്യും. അത് മാത്രമല്ല, ദഹനേന്ദ്രിയ വ്യവസ്ഥ വിശ്രമത്തിലാകുന്ന സമയത്ത് ശരീരത്തിന്റെ ഊർജ വിനിയോഗം വളരെ കുറയുകയും ശരീരം മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിസർജനത്തിന് ഉപയോഗിക്കേണ്ടുന്ന ഊർജത്തെ അതിന് തന്നെ ഉപയോഗിക്കുകയും മെറ്റാബോളിക് പ്രോസസ്സുകൾ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകും. ആ സമയത്ത് സ്വാഭാവികമായിട്ട് വിസർജന പ്രക്രിയ നടക്കുകയും എഴുന്നേറ്റ് വരുമ്പോൾ അതിന്റെ പീക്കിലായിരിക്കും, ഒരു വ്യക്തിക്ക് പോകാവുന്നതിന്റെ പീക്കിലായിരിക്കും എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ സ്മെല്ല് അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു സ്മെല്ല്, അങ്ങനെ ഒരു ഓർഡർ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വിട്ടുകെട്ടവരാണെന്നല്ല, അവരുടെ ഉള്ളിൽ വിസർജന പ്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ്. വിസർജനം കൃത്യമായിട്ട് നടക്കുന്നത് ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശുചീകരണം നടക്കുന്നിടത്ത് നല്ലപോലെ ശുചീകരണം നടക്കുമ്പോൾ നല്ലപോലെ വിസർജനം ഉണ്ടാവും. കുറഞ്ഞ ശുചീകരണം നടക്കുന്നിടത്ത് കുറഞ്ഞ വിസർജനമേ ഉണ്ടാവുള്ളൂ. അപ്പോ മനസ്സിലാക്കുക, പ്രകൃതിയിൽ എവിടെയും എന്തെങ്കിലും ഒരു ഗന്ധം വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ അത് ആ വ്യവസ്ഥ അവിടെ ശുചീകരണ പ്രക്രിയ നടത്തുന്നു എന്നോ അവിടെ അടിഞ്ഞുകൂടിയ ഏതെങ്കിലും തരത്തിലുള്ള അനുചിതമായ ഘടനകളെ അപഘടന ചെയ്ത് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് അത് പ്രകൃതിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രകൃതി സ്വയമേവ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എല്ലാ ജൈവ സംവിധാനങ്ങളും എല്ലാ ബയോട്ടിക് സിസ്റ്റംസും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ ഭാഗമായാണ് ദുർഗന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ ദുർഗന്ധങ്ങളും സ്വാഭാവികമായ ശുചീകരണ പ്രക്രിയയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഒരാൾ ഉണർന്നു വരുമ്പോൾ അയാളിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നത് അയാൾ വൃത്തികെട്ടവരായതുകൊണ്ടല്ല, അയാളുടെ ശരീരം ശരിയാം വിധം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഒരാളുടെ ഗന്ധം കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, അയാൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ, അയാൾ അടുത്ത് വരുമ്പോൾ അയാളിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അയാളുടെ എന്തോ ഒരു ഭാഗത്ത് ഒന്നുകിൽ അയാൾ ആ ക്ലീനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട്, ഇപ്പൊ കുളി കഴിഞ്ഞു, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ്
ശരീരത്തിന് അകത്ത് ഈ നാച്ചുറൽ ആയിട്ട് ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് മിനുക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ജവാദ് പോലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വാസന ഭസ്മങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു ഗന്ധം ഉണ്ടാവും. അതല്ലാതെ കുളിച്ചിട്ട് ഇതൊന്നുമില്ലാതെ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് കുളിച്ചിട്ടൊന്നും ഒരു ഗന്ധവുമില്ലാതെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾ ആ പ്രക്രിയ കഴിഞ്ഞു എന്നുള്ളത്. അല്ലെങ്കിലും അയാൾ വളരെ ചുരുങ്ങിയത് കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രക്രിയ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ആ ഗന്ധം കുറവുണ്ടാവുക. അതല്ലെങ്കിലും ഗന്ധം സാധാരണ രീതിയിൽ അത് കുറവുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ അയാളുടെ പ്രോസസ് നടക്കുന്നില്ല എന്നാണ് അർത്ഥം. ഉണ്ടാവും, എല്ലാ ജീവികളിലും അത് ഉണ്ടാകും. അപ്പോ ഇനി ആ ഗന്ധം വരുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അയാൾക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്നുള്ളത് പോലും ഗന്ധത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരാളുടെ ഗന്ധം എന്ന് പറയുന്നത് അയാളുടെ ശുചീകരണത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് അയാളുടെ വൃത്തികേടല്ല. നന്ദി, നമസ്കാരം.